അത് നിന്റെ കാര്യം പറഞ്ഞ അത് ശരിയാണോ എന്നെ നോക്കാം നീ പറ കേക്കട്ടെ. നീ കേറ്റി തൂറിക്കോ ഞാൻ പോവാ. ഹലോ 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 ചന്ദ്രേട്ടനല്ലേ? അതെ 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 ചന്ദ്രേട്ടാ ചന്ദ്ര നമ്മൾ രണ്ടും കണക്ട് ആയി ചന്ദ്ര. ഞാനിടയ്ക്ക് ബറസാറിനെ വിളിക്കുന്നില്ലേ എന്നിട്ട് തളകൊക്കെ വിളിക്കും. ആരറിയേ അല്ല ചോദിക്കും ബറസാർ എന്തിനാ പറഞ്ഞ് സൗണ്ട് വെച്ച് വിളിച്ച ബറസാർ എന്തിനാ പറഞ്ഞ് ടിക്കറ്റ് വിളിക്കും അണ്ണ ആലോചിച്ച് നോക്കി എന്തിനാ പറഞ്ഞ് ടിക്കറ്റ് വിളിക്കും ഒരു അജ്ഞാതം വിളിച്ച് തള്ളക്ക് വിളിച്ച് മാറിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വരത്തിന് വിളിക്കുമല്ലോ ചോദിക്കാൻ ഡീലിന്റെ കാര്യം പറഞ്ഞു അത് നിന്റെ കാര്യം പറഞ്ഞ അത് ശരിയാണോ എന്നെ നോക്കാം നീ പറ കേക്കട്ടെ. ചന്ദ്രൻ ഞാനാണെങ്കിൽ ഒരു പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല ഒരാളെ പ്രപ്പോസ് ഇങ്ങോട്ട് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാൻ. അല്ല ലോറ എന്നെ പ്രപ്പോസ് ചെയ്യുമായിരുന്നു. ലോറ നിന്റെ പ്രപ്പോസ് ചെയ്യാൻ നീ അങ്ങനെയല്ലോ പറഞ്ഞ ആദ്യമേ. അയ്യോ അങ്ങനെയല്ല ചോദിക്കാതെ കാര്യം പറ സത്യം പറ. ഞാൻ പറയണ ലോറയുടെ പ്രപ്പോസൽ പ്രാങ്ക് കൊടുക്കാനായിരുന്നു. ഓ പ്രാങ്ക് കൊടുക്കാൻ നാണമില്ലല്ലോടാ പെണ്ണാളി. അതാ സംഭവം ഇത്രേ ഉള്ളു. ലോറെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ട് ബോബോയ് അവിടെ നിപ്പുണ്ടായിരുന്നു. ഞാനും കണ്ണനും ലോറയായിട്ട് കാറും കൊണ്ട് മറ്റേ പ്ലേ ബോയ് മാൻഷനിലോട്ട് കയറി ചെന്ന് അപ്പൊ അതിന്റെ ഓർഡേഴ്സ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവിടെ ചെയ്യാൻ ഒക്കത്തില് നമ്മുടെ പ്രോപ്പർട്ടി ആണെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞ അതെന്താ ചെയ്താരെന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു തട്ടിക്ക് അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട പൈസ അങ്ങനെല്ലാം ചോദിച്ചത്. ഞാൻ ചോദിച്ചു ബ്രോ ഇവിടെ ചെയ്താൽ എന്താ പ്രശ്നം ബ്രോ? ഞങ്ങൾ നോർമലി ഞാൻ പറയട്ടെടാ അവരുടെ സ്ഥലമല്ലടാ അവരെന്ത് പറഞ്ഞാലും എന്താ അവരുടെ സ്ഥലം. വന്നിട്ട് ബ്രോ എനിക്ക് ഇതിനകത്ത് പ്രപ്പോസ് ചെയ്ത് പറഞ്ഞു ടിവിയുടെ ഗ്യാങ്ങോസി വന്നിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ടി വി നീ കേറ്റി തൂറിക്കോ എന്താ നിനക്ക് എന്താ ഇത്ര പ്രശ്നം? ഇതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല കണ്ണാപ്പി. സ്ട്രേറ്റ് ഫോർവേഡ് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല കണ്ണാപ്പി പറ്റത്തില്ല ഇല്ല ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാണ് നീ ഇത് പറഞ്ഞത്. ഇതൊന്നും ചോദിക്കാൻ എന്തായാലും പറ്റത്തില്ല. അവന്മാരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മള് മറ്റേ പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നുണ്ടോ? എന്ത് സാധനം ഹീലിംഗ്സ് വാങ്ങിക്കുന്നുണ്ട്. മേടിക്കണേ പൈസ കൊടുത്താ മേടിക്കണേ. ഇനിയിപ്പോ എന്താ ഗ്രാൻഡ് കൊടുത്താ ടിവിക്ക് നമുക്കിപ്പോ തൽക്കാലമുള്ള ഡീലക്സിനെ മതി. പിന്നെ ഒരുത്തിന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ പിന്നെ പെണ്ണിന്റെ ആ പെങ്കൊച്ചിന് മുമ്പിൽ ഷോ കാണിക്കാൻ നീ അവിടെ ഞാൻ അവനെ തല്ലാൻ പോവാ. വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോയാൽ മതി. നീ ഇതല്ല ഞങ്ങള് വരത്തില്ല എന്തായാലും. ശരിയാണ് നീ വിഷമ അഭിനയിക്കില്ല കണ്ണാപ്പി എന്റെ അടുത്ത്. അപ്പോഴത്തേക്കും വളച്ച് ഒടിക്കുക. അവൾ എനിക്ക് പ്രപ്പോസ് പ്രാങ്ക് ഞാൻ അവളെ പ്രപ്പോസ് തുറന്ന കള്ള പറയുള്ളൂ കണ്ണാപ്പി. നീ വാ തുറന്ന അവരുടെ സ്ഥലമാണ് കണ്ണാപ്പി. അത് നമ്മളെ ഗ്യാങ് മുമ്പിൽ വന്ന് ഇങ്ങനെ ചെയ്താലും നമ്മൾ ഇങ്ങനൊക്കെ തന്നെ ചെയ്യുള്ളൂ. മനസ്സിലാക്ക് അവരുടെ സ്ഥലമാണത്. അവിടെ പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ച അവന്മാർ ചോദിക്കണോന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷെ അത് ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞേ ഇത് ചോദിക്കാൻ പോകാനുണ്ടെന്ന്. ചോദിക്കാൻ പോകാൻ അല്ലല്ല ഡീലിംഗ് വേണ്ടെന്ന് ഞാൻ പറയാനാണ്. നമ്മളെ അവന്മാര് ഒരു സഹകരണം ഇല്ലാതെ നമ്മളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ ആകെ ഞാൻ സിറ്റി കാണുന്നത് വൈകുന്നേരം ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെയാണ്. സിറ്റി നീ ലോറാപ്പിയുടെ കൂടെ അങ്ങ് പോവും മനസ്സിലായ.
അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഗ്രൈൻഡിങ് കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഓരോരുത്തരാണ്. നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് മേടിച്ചോണ്ടിരിക്കുന്നത്. കണ്ടു നോക്കണ്ട അണ്ണ, അത് കണ്ടു നോക്കണ്ട. റോങ് ആയിട്ടാണ് തോന്നുകയാണെങ്കിൽ അണ്ണ ഇതാക്കി എന്തോ ആയിക്കോട്ടെ, വാസന ഒരു സെക്കൻഡ്, ഞാൻ എന്നാ അവനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ സ്പീക്കറിലാണ് ഒരു ഇട്ട്. ഞാൻ ആദ്യം മുത്തുപ്പാണ്ടി വിളിക്കട്ടെ. മുത്തുപ്പാണ്ടിയാണ് ഒസാമയുടെ ആള്. ഇന്ന് സാഷ 1v1 അടിച്ചിട്ടല്ലേ? നമ്മളെ ഞങ്ങളെടുത്താ പോരെ നമുക്ക്. രക്ഷപ്പെടണ്ട. 15 നീ 2 നീക്ക് കണക്കാ. നീക്ക് ഇവിടെ ഒരു പ്രാക്ടീസിന് വരുന്നുണ്ടോ? നീ ഒരു പ്രാക്ടീസിന് തല്ല് മേടിച്ചോണ്ട് എന്നിട്ട് ഒരു പെണ്ണെടുത്ത് പറയണ ഇപ്പൊ ലൈന ഞാനാണ് ഇപ്പോഴത്തെ മെയിൻ, എനിക്കിപ്പോ കളിക്കാൻ പോകണ്ട ഉറപ്പുണ്ടെന്നൊക്കെ. നീയും ബോബോയ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ പ്രാക്ടീസ് വരാതെ നിന്നെ ഒന്നും എന്തായാലും ഞാൻ മെയിൻ ലൈനപ്പിൽ ഒരു വാറിൽ വിടത്തില്ല, പ്രീ വാറിൽ വിടത്തില്ല, 50 വിടത്തില്ല. ഞാനൊക്കെ രാപ്പകല്ലാതെ കഷ്ടപ്പെടുന്ന രാപ്പകല്ലാതെ. രാത്രിയിലും എല്ലാം ഇവിടെ VC-യിൽ പിള്ളേരിരുന്ന് TDM കളിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് രാത്രിയിലും എല്ലാം. ഒരു ദിവസം കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഇത് കാണുന്നുണ്ട്. ഞാൻ ഇവരുടെ രാത്രിയിൽ കളിക്കാറുണ്ട്. നിന്നെ ഒന്നും ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല. சும்மா சொல்லு சந்திரன் ஹார்ட் ஒர்க்கிங் ആണ് சும்மா சொல்லு வா. இல்ல ப்ளீஸ் ഒരു മാസം ആർക്കും നിനക്കുള്ള എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നീ എന്റെ അടുത്ത് എന്താ ലൈനപ്പിൽ ഇടാത്തേന്ന് ചോദിക്കുമ്പോ ഇതായിരിക്കും എന്റെ ഉത്തരവെന്ന് നീ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി. ഡസ്റ്റർ എന്താ പറയാ? എന്താ തമിഴ് ചന്ദ്രൻ ഇല്ല അവൻ പറയുവാണ് ഭയങ്കര ഹാർഡ് വർക്ക്. കുടുമി അപ്പടിയെ പിടിച്ച് തറതറാന്ന് ഇട്ടിട്ട് പോയി. ചന്ദ്രൻ നല്ല PvP ഗ്രൈൻഡിങ് ഹാർഡ് വർക്ക്. രാത്രി നമ്മള് കാണാറുണ്ട്. ഇന്ന് ഞാൻ അവൈലബിൾ അല്ലാത്തോണ്ട് ഡെസ്ട്രോ ലൈനപ്പിൽ ഇട്ടത്. ഞാൻ അടുത്ത ദിവസം കൊണ്ട് എന്തായാലും എടുത്തില്ല. നമുക്ക് അവൻ സെറ്റ് ആവുന്ന വരെ എന്തായാലും മാറ്റിയിടാം. ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു, അതാ പ്രശ്നം. ഇന്ന് വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ പണി വന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇട്ടതായിരുന്നു. ഇനി അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല വാറില്. ഞാൻ എന്തായാലും നോക്കിക്കോളാം. എന്താ എന്തൊരു ഇളകുന്ന അങ്ങനെ പോയാ ആരെ വിളിക്കുന്നു? ചന്ദ്രന്. ഹലോ 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 സാശയുടെ തോറ്റല്ലേ? ഹലോ ഹലോ സാശയുടെ തോറ്റ ആളല്ലേ? ഹലോ നാളെ തൊട്ടേ അല്ലല്ല ചന്ദ്രൻ വേറെ കാര്യം പറയാവേ. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 തൊട്ട് പ്രാക്ടീസ് ചെയ്യുവാണേ ടർഫ്. 4 മണിയായപ്പോ അവിടെ ഒരു അടി പൊട്ടി. നീ വരുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് അടി പൊട്ടിയപ്പോ പെട്ടെന്ന് ബോബോയ് എണ്ണം വന്ന് ആർക്കാടാ ഇവിടെ പ്രശ്നം? 4 മണിയായപ്പോ അത്രയും നേരം വന്നില്ല. അത്രയും നേരം കറക്റ്റ് അടി പൊട്ടിയപ്പോ വരണം അവിടെ വേറെ സെർവറിൽ വൈറ്റ് ലിസ്റ്റ് എടുത്ത് വരണം. അത് ഇൻഗെയിം തുടർന്നില്ല. ഇൻഗെയിം വന്ന് ആ കൂട്ടുകാരുടെ സംസാരിക്കുന്നു ആർക്കാണ് അവിടെ പ്രശ്നം. എന്തൊരു മനുഷ്യന്മാരൊക്കെയാ. എടാ കണ്ണാപ്പി, ഇനി നിന്നെ വെളിയിൽ ഇറങ്ങുമ്പോഴേ സാക്ഷയുടെ കൂടെ തോറ്റവന്നായിരിക്കും നിന്നെ എല്ലാരും വിളിക്കാൻ ആലോചിച്ചു. അണ്ണാ സാക്ഷയല്ല പാത്ത് കണ്ണാ ഇത് കംബാക്ക് എന്നാണ് ഇനി. അണ്ണാ കേക്കുന്നില്ല പറയുന്നത് മ്യൂട്ട് വെച്ചിരുന്നോ പറയുന്നുണ്ട് കാര്യമായിട്ട് കുറച്ച് നേരം. അല്ല തോറ്റ് ഓൾറെഡി തോറ്റ് പ്രാക്ടീസ് ഇല്ലായിരുന്നാ. കണ്ണാപ്പിയൊക്കെ നാളെ ലൈവ് വരുമ്പോഴൊക്കെ അധികം ചോദിക്കടാ സാക്ഷയുടെ കൂടെ തോറ്റേ. അണ്ണാ ഇന്ന് SRK അടുത്ത് വൈകിട്ട് എന്ത് പറയണേ?
ചന്ദ്ര എനിക്കൊരു കാര്യം വേണം. ഇതുവരെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ മുഖത്ത് ഇത് വെച്ച് കിടക്കാൻ ഭയങ്കര നാണക്കേടാണ് ഇപ്പം. ഈ സാക്ഷിയത് തോറ്റവനാണെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുമല്ലോ എല്ലാരും ഇപ്പം. സത്യം SRK ആണെന്ന് വിചാരിച്ചു കണ്ണാ SRK കളിയാക്കുമെന്ന്. കണ്ണാ നീ അവസ്ഥ ആലോചിച്ച് അവന്റെ ഇനിയിപ്പം ചന്ദ്രൻ കൊണ്ടോ ജസ്റ്റ് കാര്യം പറയാം. കണ്ണാപ്പിയെ സാക്ഷി തോപ്പിച്ച് അപ്പൊ സാക്ഷിയെ തോപ്പിച്ചിട്ട് മാസമാന്ന് പറഞ്ഞ് ഇറങ്ങി അവളുടെ അടി മേടിച്ച് നീ മാറുക. അതുകൊണ്ട് അങ്ങനത്തെ വലിയ ഹീറോയിസം ഒന്നും ദയവ് ചെയ്ത് കാണിക്കാൻ നിൽക്കരുത് പ്ലീസ് കേട്ടാ. ദയവ് ചെയ്ത് അങ്ങനത്തെ ഹീറോയിസം ഒന്നും നീ കാണിക്കില്ലേ ദൈവത്തെ. ഇതൊന്നുമില്ലെങ്കിൽ ഇവക്ക് ആക്റ്റീവ് അല്ല എന്തെങ്കിലും പറയാം. കോഹ്ലി എന്നൊക്കെ പറയാൻ ഗ്യാങ്ങിനെ കൂടെ ബാധിക്കും. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്ത് കളയരുതേ. അവളെ ഞാൻ മതില് ചേർത്ത് ചിടിക്കുമല്ല അണ്ണ. എനിക്കറിയാം അത് അടുത്ത അതിലേക്ക് പോകണേ. അപ്പൊ അതൊന്നും നേരത്തെ മുൻകൂറായിട്ട് നേരെ വന്നെന്ന് പറഞ്ഞേ ഉള്ളു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. അത് ഗ്യാങ്ങിനെ അഫക്ട് ചെയ്യും. അവളെ കിട്ടി വാക്കിട്ട് അടിക്കല്ലേ. കണ്ണ എന്ത് പറ്റിയടാ അവള്? കണ്ണ നല്ല ഗെയിം പ്ലേ ആയിരുന്നു അവളാ. കണ്ണ മനുഷ്യ തകർന്ന് നിൽക്കുമ്പോഴാണ് കണ്ണാ നമുക്കൊന്ന് റിയാക്ട് ചെയ്താലോ ചന്ദ്ര? അന്നത് കാണാൻ പറ്റുമോ? അത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഓ കണ്ണാപ്പ് ലൈവ് ആയിരുന്നു. അണ്ണ എനിക്കത് കാണണമെന്നുണ്ടോ? അന്ന് കണ്ടിട്ട് വന്നല്ലേ അണ്ണ വരുന്നത്. ഞാൻ നോക്കട്ടെ കണ്ണ പെട്ടെന്ന് എടുത്തോ. ഇതിപ്പോ റിമോട്ട് കളി വെക്കാറോ? റിമോട്ട് കേട്ടാ അവിടെ അണ്ണ സിനാരി എന്തായിരുന്നു അറിയാമോ അണ്ണന്? ആദ്യം ബൊബോയ് തോറ്റ്, എന്നിട്ട് ബൊബോയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ വന്നേ മച്ചാൻ. മഞ്ഞത് ഇവിടെ തലയിൽ മഞ്ഞ് വീണ ഹലോ പറ ഞാൻ ലൈവാ ഏതിന്റെ ഏതിന്റെ മീഡിയം കളിയാ. എന്റെ അമ്മ കുട്ടി എനിക്ക് ഷോർട്ട് റേഞ്ച് അടിക്കാൻ പറ്റുന്നുള്ളൂ. ലോങ് റേഞ്ച് ഭയങ്കര ലാഗ് വരുന്നു. ലാഗ് എന്നാ എന്റെ FPS നോക്കട്ടെ. 139 കോൺസ്റ്റന്റ്, 127, 157, 157, 126, 47, 45 ക്ലോസ് റേഞ്ച് അടിച്ചിറക്കിട്ട് കേട്ടാ. 130 FPS ഉണ്ട്. ഷട്ടറൊന്നുമില്ല, ഒരു ഷട്ടറും ഇല്ല. കൂട്ടുകാരൻ തല്ലിന് ഭാരം ചോദിക്കാൻ പോയതാട്ടാ. കൂട്ടുകാരൻ തല്ലിന് ഭാരം ചോദിക്കാൻ പോയതാ. ഓ ആദ്യം ബൊബോയിനെ അടിച്ചു തുടങ്ങി. കൊന്നാ ഓണ പിടിക്കാൻ പോയതാണ്. This is the end. അവൻ ലെഫ്റ്റ് ആംഗിൾ ഒക്കെ കേറി വരുന്നതല്ല, അവളുടെ റൈറ്റ് ആംഗിൾ അല്ലേ? ഇവന്റെ ലെഫ്റ്റ് ആംഗിൾ. ഇവൻ പുഷ് ഇവൻ പുഷ് കണ്ടായിരുന്നാ? This is the end. ഈ ഷട്ടറായി ശരിക്കും തമാശ എക്സ്ക്യൂസ് ആയിട്ടുള്ള പറഞ്ഞല്ല. ഞാൻ പെട്ടാ അതിന്റെ ലെഫ്റ്റ് ആംഗിൾ ആണ് ഫുൾ. ഞാനാണ് സൗണ്ട് പറഞ്ഞ അതാ നോട്ടിഫിക്കേഷന്റെ സൗണ്ടാ. മറ്റേ ലൈവ് സ്ട്രീം ഒക്കെ വരുന്നതിന്റെ കഴപ്പോളെ.
പീഡിയിലൊക്കെ കളിക്കുന്നല്ലേടാ, നല്ല അത്യാവശ്യം എയിമൊക്കെ ഉണ്ട് പുള്ളിക്കാരി. സത്യം പറഞ്ഞാൽ ഇപ്പൊ 2 സ്ലോട്ടിലും പറഞ്ഞ നമുക്ക് ഒരാൾ എടുത്താൽ മതിയായിരുന്നു. ഇന്ന് രാത്രി ചെയ്യാൻ നിനക്കൊരു കോള് വരും കേട്ടോ രാത്രി. നിർത്താം. ആരേത് കണ്ണാപ്പിന് ഇന്നലെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയുള്ളൂ. നല്ല പയ്യൻ. ഇന്നലെ ബണ്ണും ചായ അടിച്ചേട്ടാ ഇതിനുണ്ടോ ലോങ് അടിക്കുമ്പോൾ എല്ലാ ഷട്ടറും ഇവൻ പരവായില്ലടാ. കോച്ച് സുമ്മാരി അല്ല, ആ ബോബോയുടെ പിയോ ഉണ്ടോടാ? എവിടെ ബോബോയുടെ ലൈവ് ഉണ്ടോ? അവനോட ലൈவ்ல இருக்கு. കണ്ടിരിക്കാൻ പറ്റൂല. இவன் 12 வரைக்கும் ஈவன் அந்த அதுக்கப்புறமா தான் கண்ணாப்பி விட்டு ஆக்சுவலி ഒന്നെടുത്തളി, അതൊന്നെടുത്തടാ. അവനെ ഒന്ന് അവൻ അടിച്ചിട്ട് ചോദിക്കാൻ പോയല്ലേ അവൻ. എന്തൊരു സീനളിയാണ്. എന്റെ പയ്യനെ തൊടുകൂടാ നീ. ലാസ്റ്റ് அதுக்கப்புறமா நிறுத்திட்டோம். എന്താ വരാത്തെ? കണ്ണാപ്പിയുടെ സ്റ്റാർട്ടിങ് ഇത് അവന്റെ എൻഡിങ്ങുവാ. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. വന്ന് എനിക്ക് ഗോളൊന്നും ഇടാൻ പറ്റുന്നില്ല. லாஸ்ட்லடா. ഏറ്റവും ലാസ്റ്റ് ഇവന്റെ എൻഡിങ്. ഓക്കെ അതല്ല இல்ல அதுக்கு அடுத்து அவனை சால்வ் பண்றதுக்காக அது 2v2 വാസോണ്ടാണ് അടിപൊളി. സരക്കണ ഭാഗത്ത് കേറി QB5. ഇതിന് മുന്നേ ഇത് മുന്നേ ഉണ്ടല്ലോ. ഇതാണാ அதான் இதுக்கு முன்னாடி മാച്ച് கரெக்ட். തോന്നുന്നു. ഇതാ മാച്ച് ആയതിട്ട് ഫോറാണോ? ഇല്ല 1v1. ഭാഗത്ത് ഫുൾ ടൈം TDM ഫുള്ളോ? റൂമീസ് ഫുള്ളാ. അത് ഉൾട്ടിട്ട് അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. അതിന്റെ മുഖം പോയണ്ടാ. സ്വന്തമായിട്ട് ഓറാൻ പോയതാ വിളിക്കണേട്ടാ. இல்ல இதுக்கப்புறமா ஆரா எல்லாம் போய் நிறுத்திட்டோம். അവളുടെ സൈഡ് മാത്രം നോക്കി കളിക്കുന്നു. മാപ്പ് മൊത്തം 2 വട്ടം ഇറങ്ങി. അതറിഞ്ഞൂടാ തിരിച്ചു പോണ കാര്യം. അറിയില്ല. ആളില്ലേ? എന്തോ അടിയാടെ അടിക്കുന്നേ. അളിയ അവളെ വിളിക്കണല്ലോ. അളിയ ഫാഷൻ വിളിക്കണല്ലോ. നിങ്ങളെ കളിക്കാൻ പറ്റുന്നത് ഇവ 2 റൗണ്ട് കറങ്ങും കേട്ടാ. ആദ്യം മാപ്പ് ഫുള്ള് ആദ്യം വലം വെക്കും. വീട്ടു പോയി കണ്ടാവും പേടിച്ചിട്ട്. അടിക്കാനേ പറ്റുന്നില്ലടാ. യവനാണ് ഏറ്റവും മെയിൻ പ്രശ്നം. 6000 രൂപയും പോയി, വിലയും പോയി, ഓറയും പോയി, എല്ലാം. ഇവളെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുവാടാ. എന്റെ സൈഡേ വരുന്നില്ല. വലം വെച്ചോണ്ട് മൈര നീ നിന്നാലേ അവിടെ കറങ്ങി വരത്തുള്ളൂ.
6000 രൂപ എന്താ ചലഞ്ച് ആയിരുന്നു ആടാ അവളെ അവിടെ ചലഞ്ചാടാ. ഓടി റിസാന്ന് ആള് കുറച്ച് റിസാൻ തുടങ്ങിയേ. ആലോചിച്ച് മെയിലേക്ക് പോണേ. എന്റെ സൈഡ് സമ്മതിക്കൂല കേട്ടോ. അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡ് എന്തായാലും വരൂല്ല. ചത്ത് മരിച്ച് ചിന്തിക്കണ്ട ചത്ത്. എന്റെ ഒരു കിടില 1v1 ടാറ്റിക്സ് ഉണ്ട്. പണ്ടത്തെ ഇത് ചന്ദ്രൻ എന്റെ മയിലെ നേരെ അടിക്കാറുന്നവൻ. അല്ല ഇതാ കൊല്ലു കേട്ടാ ഇയാളെ. ഇതാ പിക്കെടുക്കും അവൻ 2 ഹെഡ് എന്തോ കൊടുത്ത്. ഇത് പിക്കെടുക്കും. ഇല്ലല്ലേ ബോബ് പിക്കെടുക്കും. ഇതാണ് ഇത് ബോബ് പിക്കെടുത്തില്ലേ. എടാ അതുപോലും കിട്ടിയില്ലടാ. അവനെന്നെ അറിയാം അതുപോലെ കിട്ടിയില്ലടാ. ഇത് ചത്ത് സംശയമില്ല അവൻ ചത്തതില്. ഇപ്പൊ നല്ല കുറ കേട്ടാ. എന്റെ സൈഡ് വാ കലിപ്പ് കേട്ടാ കലിപ്പായി. ഇത് പിക്കെടുക്കും. ഇല്ല ഇതാവും പിക്കെടുക്കും ഇവിടെ. കാരണം കുറച്ച് വാശിയൊക്കെ ഉള്ള ആളാണ്. മൂടെ അത് കലിപ്പായി. ഇനി ഒരു പോയിന്റ് പോലും കിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അവള് ഓട്ടമാണ് വലപ്പിച്ച് കളിക്കാണ് അവര് മാപ്പില് ഫുള്ള്. ഇതാ പോയിന്റോ അതെന്താ? അവളിപ്പോ പീക്ക് കൊടുത്തിട്ട് പോവും. എടാ ഇനി അവൻ അടിക്കൂല. ഇവന് 5 പോയിന്റ് ഉള്ളു. ആണാ ഇതെന്താ Dude, 2 ഹെഡ്. എടാ 2 ഹെഡടാ. അതെന്താ ഞാൻ അങ്ങോട്ട് പോണേ? ഈ ഓട്ടോ സ്പോൺ ആവുന്ന എന്താ? ഞാൻ ഇല്ലാട്ടാ. വെറുതെ പറഞ്ഞില്ലേ ആ മാസം ഒന്നും കാണിക്കാൻ വെറുതെ പോകരുത്. പിള്ളേരെ തൊട്ടാ ഇത് ചോദിക്കാൻ പോയാണ് കണ്ണാപ്പി. ചവിട്ടി വന്നില്ല കയറ്റി. സിറ്റി കയറിയോണ്ട് വാർത്ത സോണുണ്ടോ? ഓ അങ്ങനെയുണ്ടല്ലേ. എനിക്ക് അറിയില്ലായിരുന്നു. ഇത് എത്രയാലും ഇട്ടേക്കുന്നേ? ഇതെന്ത് പറയാ 10 rounds right last. സൈഡ് വാ. ഇല്ല ചുമ്മാ അടിച്ചെടുത്തില്ല. ലാസ്റ്റ് എക്സ്പ്രഷൻ നോക്കട്ടെ.
നമ്മളൊക്കെ അവിടെ പെട്ടെന്ന് ഞാൻ കൂടെ ഇറങ്ങണ കളിയാ. ആ ഓക്കെ ആളിയാ ഓക്കെ ബൈ ബൈ. രാവിലെ 5 മണിക്ക് മാച്ച് ഉണ്ട്, വെളുപ്പിനെ പോവാം. എവിടെ അങ്കമാലി എന്ത് വെച്ചാ? ക്രിക്കറ്റ് നമ്മള് ആ ഇതിന്റെ യൂട്യൂബേഴ്സിന്റെ ടീമും വേറൊരു ടീമും നമ്മള് ഓക്കെ ഗ്രൗണ്ട്. ഗ്യാങ് ഫണ്ട് നാളെ മറ്റന്നാ ഫേസ് പറ ഇപ്പൊ അളിയാ ബോബോയ് ആ പറ എന്തിനാ ഇപ്പൊ കണ്ടത്? എടാ അത് ബഗ്ഗായിരുന്നടാ മൊത്തേടാ. അതെനിക്ക് അറിയാലോ, അല്ല നീ എങ്ങനെ നോക്കാനോടാ? ബോബോയ് 5 കോടി ഇതിൽ 5 കോടി എന്റെ ബെറ്റ് വേറെടാ. ആ എന്താ കേട്ടില്ല? 5 കോടി 5 കോടിയല്ലേ? ഇവളെ തീർക്കാൻ പോണേ, ഞാൻ സിറ്റി കയറി തീർക്കാൻ പോണേ, ആ സിറ്റി കയറി തീർക്കാൻ പോണേ കോച്ച്. സൂപ്പർ ഇയാളെ നോക്കട്ടെ ലാസ്റ്റ്. അല്ലേ இல்ல 14 இருந்து பாரு. എടാ കോച്ചിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും തോക്കാറുണ്ട് കേട്ടാ. ഒരു മെക്കാനിക് തളർന്നേട്ടാ, അതിനുശേഷം തളർന്നു. நான் பிராக்டீஸ் பண்றேன் கோலிடர். കണ്ണാപ്പി 249 തോന്നുന്നു. അത് എന്തേലും ആർപ്പി നല്ല ആർപ്പി കണ്ടന്റ് ആക്കാനുള്ള ചെയ്യുന്ന ആർപ്പിയാണോ? 249 റൈറ്റ്. ഹലോ പിന്നെ സംസാരിക്കും இன்னைக்கு எல்லாமே மைனஸ் வரா. കണ്ടാവ് അപ്പം ഞങ്ങൾ ഈ വഴി ഇറങ്ങിക്കോളാം. കണ്ണാ പെർമിഷൻ എടുത്ത് ആരായിരുന്നു? പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞേ. ഒസാമ സ്ഥലം മാറ്റി നേരെ വിട്ടോ, ഞാൻ അവളെ കൊണ്ടങ്ങ് വന്നേക്കാം. ഓക്കെ ഒസാമ എടുത്ത് നമ്മള് സംസാരിക്കണം. ഒസാമയുടെ നമ്പരാ. നമ്മള് വേറെ സിറ്റുവേഷൻ അല്ലേ, നമ്മള് ശല്യം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ല. എന്ത് പ്രശ്നമാണ് ബ്രോ? ഇതിനെന്താണ് ബ്രോ? അല്ല നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് കേറിയൊക്കെ ബ്രോ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളെ പ്രോപ്പർട്ടി അല്ലേ ഈ സ്ഥലം തെറ്റെങ്കിൽ പോകുമ്പോ ചേട്ടാ. എന്താണ് അവളുടെ മുന്നിൽ നിന്ന് നീ ഇത് ഒരുപാട് ഇവിടെ ഞങ്ങള് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്പേസ് ആയത്, സോ ഇത് നിൽക്കാൻ പറ്റില്ല. ആണല്ലേ ശരിയാണ്. ശരി. പേരെന്തായിരുന്നു? എന്റെ പേര് കണ്ണാപ്പി ബ്രോ. കണ്ണാപ്പി ടി വി കണ്ണാപ്പി. പേരെന്തായിരുന്നു? നീയൊക്കെ ഫാമിലിയാണോ? നീ ഫാമിലിയാണോ? ഫാമിലി അല്ല ബ്രോ, സിറ്റിസൺസ് ആണ് ഞങ്ങള്. പക്ഷെ ഞങ്ങള് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി. കാണാൻ പറ്റുമോ? അസാം ഇപ്പൊ സിറ്റിയിലില്ല, ഇവിടെ ഇല്ല. ഒസാമ സിറ്റി ഇല്ലെങ്കിൽ അവന് താഴെ ഈ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യുന്ന ഒരാൾ കാണത്തില്ലേ ബ്രോ? ഇത് ഞങ്ങൾക്ക് ആക്സസ് പക്ഷെ കൊടുക്കായിരുന്നു, കുറച്ച് സ്ഥലമല്ലേ അത്, ഒരു RPG കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒസാമ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അത്യാവശ്യം RPG ഒരാളാണ്. പുള്ളി പറഞ്ഞിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ലെന്നാണ് ഒരു വിശ്വാസം. അറിഞ്ഞൂടാ, പക്ഷെ അത് ഒരു RPG വേണ്ടിട്ട് കൊടുക്കായിരുന്നു.